സോ സോണിയുടെ ഭാഗത്തു നിന്ന് ഒരു പുതിയ ക്യാമറ റിലീസ് ചെയ്തിരിക്കുകയാണ്. സോണി FX2 എന്ന് പറഞ്ഞിട്ട്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോണി അവരുടെ ഒരു പുതിയ ക്യാമറ മൗണ്ട് ക്യാമറ റിലീസ് ചെയ്യുവാണ്. മെയ് 28 എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. FX2 എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? സെയിം പ്രോഡക്റ്റ്. ക്യാമറ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഡിസപ്പോയിൻറ്റഡ്. ഭയങ്കര രീതിയിൽ ഡിസപ്പോയിൻറ്റ്. അവർ ഇത്രയും നാൾ കൊടുത്ത ഹൈപ്പ്, ഇത്രയും ദിവസം ഒരു പേജിലൊക്കെ ഇങ്ങനെ പ്രൊമോഷൻ ലെവലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലും കാര്യങ്ങൾക്കൊക്കെ ഈ ദിവസം റിലീസ് ഉണ്ട് ഒരു പുതിയ ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ ആ ഹൈപ്പിൻ്റെ 1% പോലും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ്. അതാണ് സോണി FX2 എന്ന് നമുക്ക് തുറന്ന് പറയാം. പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ സ്പെക്കുകൾ പറഞ്ഞുതരാം. ഇതൊരു മോഡൽ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു. കാരണം FX3 ഇറങ്ങിയിട്ട് ഇത്രയും വർഷമായി, A7 IV ഇറങ്ങിയിട്ട് ഇത്രയും വർഷമായി. അപ്പോൾ അതിനേക്ക് ഒരു നെക്സ്റ്റ് അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ഇത്രയും വെയിറ്റ് ചെയ്യുന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ബ്രാൻഡിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് റിലീസ് ആവുക ഡാർക്കാണ്. എന്നൊക്കെ FX2ൻ്റെ ആഡ് കണ്ടപ്പോൾ തന്നെ ചിരി വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ സെൻസർ മാറിയിട്ടുണ്ട്. ഇത്തവണ 33 മെഗാപിക്സലിൻ്റെ BSI സെൻസറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. M4 ക്യാമറയിലെ A7 M4ൻ്റെ സെയിം സെൻസർ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രോസസ്സർ എന്ന് പറയുമ്പോഴത്തേക്കും മൈനോക്സ് XRൻ്റെ ഒരു പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. എന്തായാലും സിനി ക്യാമറയാണ്. വീഡിയോ റെസൊല്യൂഷൻ പറയുമ്പോഴത്തേക്കും 4K 60 ഫ്രെയിം, പക്ഷേ ക്രോപ്പ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് 4K 30 ഫ്രെയിം എടുക്കാം. കമ്പയർ ടു FX3യിൽ 4K 120 ഫ്രെയിം എടുക്കാം. FX3യിലുള്ള പോലെ തന്നെ കൂളിംഗ് ഫാൻ സിസ്റ്റം ഒക്കെ ഉണ്ട്. പിന്നെ ഓഡിയോയിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇത്തവണ 32 ബിറ്റ് ഫ്ലോട്ട് ഓഡിയോ ആണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. FX3 ഒരുപാട് പേര് പറഞ്ഞ കംപ്ലൈൻ്റ് ആയിട്ടുള്ള EVF 90 ഡിഗ്രി വരെ ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു EVF വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇവന്മാരുടെ ഇവന്മാർ പറ്റിക്കുന്ന മറ്റേ S-Cinetone, S-Log, അതേ കണക്ക് തന്നെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചുവന്ന ലൈറ്റ് കത്തും. മീൻസ് റെക്കോർഡിങ്ങിൻ്റെ ഇതൊക്കെയല്ലേ FX3യിലുള്ള ആ സെയിം പരിപാടിയിൽ വന്നിട്ടുണ്ട്. ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഇതിൻ്റെ സ്പെക്ക് നിങ്ങൾ കണ്ടു. ഈ സ്പെക്ക് കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയൊന്നും തോന്നിയില്ല. കാരണം ഓൾറെഡി നമ്മളുടെ ഉള്ള ബോഡീസിലൊക്കെ ഓൾറെഡി മാർക്കറ്റിൽ 2-3 വർഷം മുന്നേ ഉള്ള ബോഡികളിലൊക്കെ ഇതിൻ്റെയൊക്കെ ഡബിൾ സ്പെക്ക് ഉണ്ടെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെ ഇതിൽ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് എന്തിനാണ്? ഒരു കാര്യമില്ല. സോ ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു സ്പെക്ക് കേട്ടല്ലോ. ഈ സ്പെക്കിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എവിടെയാണ് ഒരു അപ്ഗ്രേഡ് വന്നതെന്ന്. ഇവരുടെ ആഴിൽ പറയുന്നുണ്ടായിരുന്നു വീഡിയോ നമുക്ക് S-Log എടുക്കുമ്പോഴത്തേക്കും, S-Log ആണെന്ന് എനിക്ക് തോന്നുന്നത്, S-Log എടുക്കുമ്പോഴത്തേക്കും അതേ ലോഗിൽ ഫോട്ടോ എടുക്കാൻ പറ്റും. എന്നിട്ട് ഇതേ വീഡിയോയിൽ ചെയ്ത അതേ ഗ്രേഡിങ് ഫോട്ടോയിൽ ചെയ്യാൻ പറ്റുമെന്ന്. എന്നിട്ട് ഈ എടുത്തിട്ട് ഈ വീഡിയോയിൽ ചെയ്ത ഈ കളർ കറക്ഷൻ അല്ലേ, ഈ സെയിം കളർ കറക്ഷൻ ഫോട്ടോയിലും ചെയ്തതിന് ശേഷം വാവ്, അങ്ങനെ ഇരിക്കുന്ന ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. എനിക്ക് അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്നാ ഇതെന്താ സംഭവം? ഇത് ആദ്യമായിട്ട് ക്യാമറ ഇറക്കണ പോലെയൊക്കെ ഫീൽ ചെയ്ത്. സീരിയസ്ലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഒരു വിഷ്വൽ ഞാൻ കൂടെ കാണിക്കുന്നുണ്ട്. ഐം സോ ഫെസ്ട്രേറ്റഡ്. ഞാൻ ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് അല്ല ഇപ്പം ശരിക്കും ഇത് പ്രതീക്ഷിച്ചത്. ഒന്നെങ്കിൽ ഒരു FX2 ഒരു അത്യാവശ്യം ഹൈ സ്പെക്ക് സാധനം. അത് ഓൾമോസ്റ്റ് സെയിം FX3യുടെ ബഡ്ജറ്റിൽ സോണി A7 IV ഒരു അപ്ഗ്രേഡ് ലെവൽ പോലെയൊക്കെ വന്നു. സോ ഇതല്ല ശരിക്കും എക്സ്പെക്ട് ചെയ്തത്. സോണി ടോട്ടലി ഡിസപ്പോയിൻറ്റഡ്. സോ ഇപ്പം ക്യാമറ ചൂസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും FX3 എടുക്കണോ FX2 എടുക്കണോ എന്നുള്ള ചിന്ത വരുമ്പോഴത്തേക്കും ഇതിൻ്റെ സെൻസറാണ് ആകെ ഒരു വ്യത്യാസം. ഫസ്റ്റ് വ്യത്യാസം എന്ന് പറയുന്നത് FX3യിൽ 12 MP മെഗാപിക്സൽ വരുന്ന സെൻസറും ഇതിൽ 33 മെഗാപിക്സൽ വരുന്ന ഒരു സെൻസറാണ് ഇതിൽ വന്നിട്ടുള്ളത്. വീഡിയോ റെസൊല്യൂഷൻ നോക്കുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി FX3 ഈസ് ബെറ്റർ. കാരണം 120 ഫ്രെയിം 4K നമുക്ക് ഇതിലെടുക്കാം. ഇതിൽ 4K 60 ആണെങ്കിൽ പോലും ക്രോപ്പ്ഡും ആണ്. ലോ ലൈറ്റ് പെർഫോമൻസും FX3 ആയിരിക്കും ബെറ്റർ എന്നാണ് പറയുന്നത്. സോ FX3യേക്കാളും അല്പം കൂടുതൽ തിക്കർ ബോഡിയാണ് FX2. ഇത്ര മാത്രമേ വലിയ വ്യത്യാസങ്ങളായിട്ട് വരുന്നുള്ളൂ. പിന്നെ FX2യിൽ ഒരു എക്സ്റ്റേണൽ ഒരു DVയും 32 ബിറ്റിൻ്റെ ഒരു ഓഡിയോ റെക്കോർഡിങ്ങും ഫംഗ്ഷനും വരുന്നുണ്ട്. വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് സെയിം പ്രൈസ് ചെയ്യുന്ന ഒരു $400 ഒരു വ്യത്യാസമാണ് കാണുന്നത്. നിങ്ങളൊക്കെ ഇരിക്കുന്ന M5 ഇപ്പോൾ ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ യൂസേഴ്സിലും ഇരിക്കുന്ന സോണി A7 M5 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സെയിം സെൻസർ, സെയിം മെഗാപിക്സൽ, അതേപോലെ 4K 60 ഫ്രെയിമിൽ ക്രോപ്പ്. M4നും ക്രോപ്പാണ്, FX2നും ക്രോപ്പാണ്. രണ്ട് ക്യാമറയ്ക്കും സെയിം പ്രോസസ്സർ. പിന്നെ M4ന് ഫാൻ ഇല്ല, ഇതിൽ ഫാനുണ്ട്. സോ ഇതിൽ ഫാൻ ഉള്ളത് കൊണ്ട് നമുക്ക് അൺലിമിറ്റഡ് റെക്കോർഡിങ് ഇതിൽ പറ്റും. പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും M4നേക്കാളും $1,000 കൂടുതലാണ് FX2ന്. മനസ്സിലായല്ലോ. സോ ശരിക്കും പറഞ്ഞാൽ M4ൻ്റെ മൊത്തത്തിൽ ആ ഒരു സെൻസറും ആ സ്പെക്കും എല്ലാം വെച്ചിട്ട് എക്സ്റ്റേണൽ ഒരു ഫാനും ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന 90 ഡിഗ്രി ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന DVF ആയിട്ട് പ്രൊഡക്റ്റ് ഇറങ്ങിയെന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. സോ എൻ്റെ ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ക്യാമറ ശരിക്കും ആർക്കാ? ഒരു ഫിലിം മേക്കറിനാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി FX3 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്. 2 വീക്സ് മുന്നേ ആരും അറിയാണ്ട് FX3A എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോഡി കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോ ഡെഫിനറ്റ്ലി അതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷനും കാര്യങ്ങൾക്കൊക്കെ മാറ്റമുണ്ട്. USB പോർട്ടിന് മാറ്റമുണ്ട്. ആസ് എ ഫിലിം മേക്കർ 4K 120 ഫ്രെയിമുള്ള FX3 നമുക്ക് ചൂസ് ചെയ്താൽ മതി. ഇനി ഒരു ഹൈബ്രിഡ് ഷൂട്ടറാണെങ്കിലോ ഇതിനേക്കാളും കുറഞ്ഞ ബഡ്ജറ്റിന് A7 IV നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ആർക്കാണ് ഇങ്ങനത്തെ ഒരു ബോഡി, ഇങ്ങനത്തെ ഒരു ക്യാമറ ഇവിടെ ആർക്കാണ് ആവശ്യം? സോ FX2 ഈ രണ്ട് ക്യാമറകൾക്ക് നടുക്കിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും
നമുക്ക് ഇതിനേക്കാളൊക്കെ ബെറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിനേക്കാളൊക്കെ ചീപ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിനേക്കാളും പുതിയ സ്പെക്ക് ഇതിലുണ്ട് എന്ന് പോലും പറയാൻ പറ്റുന്നില്ല. ഈ ഒരു സ്പെക്കും ഈ ഒരു അപ്ഡേറ്റും എന്തായാലും ഒട്ടും തന്നെ എക്സ്പെക്ട് ചെയ്തതല്ല. സോണി ശരിക്കും പറഞ്ഞാൽ പഴയ പാർട്സ് എല്ലാം പുതുക്കി കെട്ടി ഒരു പുതിയൊരു ബോഡി ഇറക്കിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഒട്ടും തന്നെ ഇന്നോവേഷൻ, ഒരു തരത്തിലൊരു ഇന്നോവേഷൻ ഇതിലുണ്ടായെന്ന് എനിക്ക് തോന്നിയില്ല. സോണി യൂസേഴ്സ് എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു സത്യമായിട്ടുള്ളൊരു കേസ് തന്നെയാണ്. ഇനിയിപ്പോൾ ഭയങ്കര ഹൈപ്പ് ചെയ്തൊരു പുതിയ ഇന്നോവേഷൻ ഒന്നും പറഞ്ഞുകൊണ്ട് വരാനൊന്നും വേണ്ട. ആളെ പറ്റിക്കുക തന്നെ ചെയ്തത്. ലാസ്റ്റ് FX3 ഇറങ്ങിയപ്പോഴും ശരിക്കും ഇത് എനിക്ക് ഒരാളെ പറ്റിക്കൽ പരിപാടിയായിരുന്നു. അതേപോലെ തന്നെയാണ് ഇതും. ശരിക്കും M4 പോലും, സോണി A7 M4 പോലും ഈ ഒരു ബഡ്ജറ്റിനകത്ത് സ്പെക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഇല്ലെന്ന് ഞാൻ തുറന്നു പറയും. എനിക്കൊരു 32-bit ഓഡിയോ വേണം, അല്ലെങ്കിൽ 90° ടിൽറ്റിനൊക്കെ DBF ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാണ്ട് ഒരു ഹൈ സ്പെക്ക് വേണമെങ്കിൽ നമുക്ക് FX3 ഉണ്ട്. ഇതേ സ്പെക്കിൽ ഒരു ലോ ബഡ്ജറ്റ് വേണമെങ്കിൽ M4 ഉണ്ട്. സോ അത് നിങ്ങളുടെ ചോയ്സ്. സോ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് വിത്ത് സോണി ഇതേ കണക്കുള്ളൊരു അപ്ഡേറ്റ്. എന്തായാലും M5 ഒക്കെ ഇറങ്ങാനുള്ള ടൈമായി. FX3 Mark II ഒക്കെ ഇറങ്ങാനുള്ള ടൈം കഴിഞ്ഞു. ഈ വർഷം എന്തായാലും അപ്ഡേറ്റ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം സോണീൻ്റെ ഭാഗത്തു നിന്ന് ഇനിയൊരു അപ്ഡേറ്റ്. എന്തായാലും പുതിയ ഇന്നോവേഷൻസ് ഒക്കെ വരണം. ഒരുപാട് ഇന്നോവേഷൻസ് ഒക്കെ സോണി അല്ലാണ്ട് എല്ലാ ക്യാമറയിലും ഹൈ ഓട്ടോ ഫോക്കസ്, മറ്റേ AI ഓട്ടോ ഫോക്കസിൽ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് വന്ന് എന്നുള്ളൊരു പദം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരിക ചില ഫോൺ കമ്പനികളെ പോലെ. അതിൽ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം ടെക്നോളജീസ് മൊത്തത്തിൽ മാറി, ഫോട്ടോഗ്രാഫിയുടെ രീതി മാറി. ഇനിയൊന്നും ഇങ്ങനെ പോയി കഴിഞ്ഞാണല്ലോ ഇപ്പോൾ ഇതിൽ മാർക്കറ്റിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നത്. നിക്കോണിൻ്റെ അടുത്ത സീരീസിലെ ക്യാമറകൾക്ക് മൊത്തം റെഡിൻ്റെ സെൻസർ വെച്ചിട്ടാണ് വരുന്നത് പറയുന്നുണ്ട്. കനോണിലൊക്കെ വൻ ഹ്യൂജ് അപ്ഡേറ്റ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സോണിയുടെ ഭാഗത്ത് നിന്ന് പുതിയ ഇന്നോവേഷൻസ് വന്നില്ലെങ്കിൽ ഇപ്പോൾ ഒരു പിടിച്ച് നിൽക്കുന്ന ഒരു മാർക്കറ്റിംഗ് ഉണ്ട്. ഒരു 2-3 കൊല്ലമായിട്ട് M4 ഇറങ്ങിയതിന് ശേഷം പിടിച്ച് നിൽക്കുന്ന മാർക്കറ്റ്. ഈ മാർക്കറ്റ് മൊത്തം പോവും, തകർന്ന് തരിപ്പണമാകും. ഒരുപാട് തേർഡ് പാർട്ടി ലെൻസസും കാര്യങ്ങളും ഉണ്ടെന്ന് മാത്രം പറഞ്ഞ കാര്യമില്ല. പുതിയ ഇന്നോവേഷൻസ് എന്തായാലും ക്യാമറയിൽ കൊണ്ടുവരണം. ഓട്ടോ ഫോക്കസിൽ മാത്രം ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. ഇപ്പോൾ ഒരു 8K ക്യാമറാസ് ഒക്കെ എടുക്കണമെങ്കിൽ സോണിയിൽ എത്ര ബഡ്ജറ്റ് ആവുമെന്ന് അറിയാം. അപ്പോൾ Z8 വന്നിരിക്കുന്ന ഈ ഒരു 125 എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സോണിയുടെ ഒരു പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമുക്ക് തേർഡ് പാർട്ടി ലെൻസസ് വില കുറച്ച് വരുന്നുണ്ടെങ്കിലും നമുക്ക് അത്രയും വിശ്വാസം തരുന്ന ബോഡിയൊന്നുമില്ല. ബോഡിയൊക്കെ നല്ല റേറ്റാണ്, കത്തി റേറ്റാണ്. നെക്സ്റ്റ് സോണിയുടെ അപ്ഡേറ്റ് ഒരു വെയിറ്റ് ചെയ്യാം. ഞങ്ങൾക്കുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.